ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു അമ്പലം വ്ളോഗാണ് കേട്ടോ. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ. പിന്നെ ബേക്കിൽ കാണുന്നത് അമ്പലമാണ്. ഒരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഞാൻ അമ്പലത്തിലൊക്കെ തൊഴുത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നന്ദുണ്ട് കൂടെ. നന്ദു കണ്ടോ ബേക്കിൽ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അവിടെ അച്ഛനും മോളും മാങ്ങ എറിയാട്ടോ. അവിടെ കണ്ടോ ബേക്കിൽ നിറച്ച് കണിക്കൊന്ന പൂത്തൊക്കെ കേട്ടോ. ഇനി വിഷു ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും കൂടി മാങ്ങ എറിഞ്ഞു വീഴ്ത്താനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നിറച്ചും മാങ്ങ ഉണ്ടായി നിൽക്കയിൽ. അപ്പോൾ ഒരു വട്ടം എറിഞ്ഞു വീണില്ല. അപ്പോൾ നന്ദു പോയി വേഗം വഴിയെടുത്ത് കൊണ്ടുവരിക കേട്ടോ. ഈ അമ്പലം ഇത്തിരി ഉള്ളിലേക്കാണ്. അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു അമ്പലമാണ്. വൈകുന്നേരമായൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു അമ്പലമാണ് കേട്ടോ. അതുപോലെ നമുക്ക് സമാധാനമായിട്ട് പോയിരിക്കാനൊക്കെ പറ്റിയൊരു അമ്പലമാണ്. കണ്ടോ ബേക്കിലൊക്കെ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ടൊരു മല പോലെയാണ് കേട്ടോ. ബേക്കിലൊക്കെ നല്ല രസമാണ് കാണാൻ. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. അപ്പോഴേക്കും ഏട്ടൻ മാങ്ങയൊക്കെ കൊണ്ടുവന്നു. ശ്രീക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. നന്ദു കൊണ്ടുപോയി കഴുകിയൊക്കെ കൊണ്ടുവരാൻ പോയി. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. ശ്രീക്കുവാണെങ്കിൽ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ് അമ്പലം മുഴുവൻ. ഒരു സ്ഥലത്തും ഒതുങ്ങി നിൽക്കണില്ല. അപ്പോൾ ഏട്ടൊരു വീഡിയോ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു തരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് മാങ്ങയൊക്കെ കഴിച്ചു. നല്ല മൂവാണ്ട മാങ്ങ കേട്ടോ. ചെനച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അവൻ മാങ്ങ കുതിച്ചിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ശ്രീക്കുവാണെങ്കിൽ ആ മാങ്ങ ആർക്കും തരുന്നില്ല, ഭയങ്കര വാശി കേട്ടോ. ആരും കഴിക്കേണ്ട പറഞ്ഞിട്ട് അവൾ തന്നെ തിന്ന് തീർത്തു. അത് മാങ്ങത്തിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റീലെടുക്കാൻ നിന്നിട്ടോ. കുറേ കൊപ്രായങ്ങളൊക്കെ കാട്ടി അങ്ങനെ പോയി. അങ്ങനെ ഏട്ടൻ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഏട്ടൻ പോയി മന്തിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് മന്തിയൊക്കെ കഴിച്ച്. അന്നത്തെ മന്തി വലിയ രസമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാറുണ്ടോ. രസമില്ലെങ്കിലും എല്ലാവരും കഴിച്ചു കിട്ടും. അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ.